ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മയെടുത്ത് 3 ദിവസത്തിന് മുന്നേ ഞാൻ ഈ സമാധിയാവും, ഞാൻ പോവും പെണ്ണേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, പോ ചേട്ടാ നിങ്ങൾ ചുമ്മാ പറയാതെ. അമ്മ ഒരു തമാശയ്ക്ക് എടുത്തതേ ഉള്ളൂ. പക്ഷേ ഇത് 3-ാമത്തെ ദിവസം അനിയൻ എടുത്ത് പറഞ്ഞു, മക്കളെ ഞാൻ ധ്യാനത്തിന് പോവുകയാണ്, ഞാൻ ഇന്ന് സമാധിയാവും എന്ന് ഏകദേശം അനിയൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 10:30 മണിയോളം ആവും. അച്ഛൻ കോവിലുള്ള പൂജയും ദീപാരാധനകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അവിടെ വന്നിരുന്നായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നിരുന്ന് സമാധിയാവുമെന്ന് പറയുന്നത് കാരണം അനിയ അവിടെ നിന്ന് ഏകദേശം അച്ഛൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ സമാധിയാകുന്നതല്ല, അനിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ധ്യാനത്തിന്റെ രൂപത്തിൽ, അതായത് എനിക്ക് ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇന്ന് ചില നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് വരാൻ പോലീസ് കാത്തിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മകൻ വീടിനൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സമയം? എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുക്കളാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ചാനലും അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളുടെ ബന്ധുക്കൾ അങ്ങനെ പരാതി കൊടുത്തിട്ടില്ല, ഞങ്ങൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുമില്ല. ഞങ്ങളുടെ ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ബന്ധുക്കൾ മലയും കീഴ്, അവരെല്ലാം ചർച്ചിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അനിയൻ അത് പ്ലേവളയാണ്. ഇത് ആരാണ് പരാതി കൊടുത്തതെന്ന് അറിയണം. പരാതി കൊടുത്തത് പേരും ഡേറ്റും അത് കറക്റ്റായിട്ട് നമുക്ക് ആരാണെന്ന് അറിയുകയും വേണം. പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മാൻ മിസ്സിങ്ങിന് കേസെടുത്തു എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. ഇതിപ്പോ എഫ്ഐആറിൽ ഇപ്പോൾ മീഡിയയിൽ പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത്, ബന്ധുക്കളാണ് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ പോലീസ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിപ്പോ ഈ സമാധി സ്ഥലം കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ അങ്ങനെ ഉത്തരവിട്ടാൽ, അങ്ങനെ അതിന് പോലീസ് ശ്രമിച്ചാൽ അതെന്തായിരിക്കും നിങ്ങളുടെ സമീപനം? എന്തായിരിക്കും? ഇത് ഹിന്ദുവിന്റെ ആചാരത്തെ ഇത് വ്രണപ്പെടുത്തുക എന്നതാണ് അതിന്റെ യഥാർത്ഥം. അതുകൊണ്ട് ഒരിക്കലും പൊളിക്കാനൊന്നും പറ്റില്ല. ഹിന്ദു ആചാരം ഇപ്പൊ സന്യാസ ജീവിതത്തിലേക്ക് പോയതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് പോയ ഒരാളിന് സമാധിയാവുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല അല്ല. പക്ഷെ അച്ഛനാൽ സാധിച്ചു. അത് അച്ഛൻ്റെ കർമ്മം, മക്കളല്ലാതെ പിന്നെ വേറെ ആരാണ് നടത്താനുള്ളത്? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 2 മക്കൾ തന്നെയാണ് കർമ്മം നടത്താനുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെയും കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അച്ഛൻ്റെ കർമ്മം ഇപ്പോൾ അച്ഛൻ പറഞ്ഞതിനാൽ പ്രകാരം ഞങ്ങൾ നടത്തി. അതിനുശേഷം അച്ഛൻ സമാധിയായത് നോട്ടീസ് ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോയിച്ചത്. ഇതിലിപ്പോ ഞങ്ങൾ നോട്ടീസ് ഒട്ടിച്ചു, മറ്റു കാര്യങ്ങൾ. പക്ഷേ ഇത് നിയമപരമായ കുറേ വശങ്ങളുണ്ട്, കുറേയധികം പരാതികൾ വന്നിട്ടുണ്ട്. വിശ്വാസത്തിനപ്പുറത്തേക്ക് നിയമപരമായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളും പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് പരിഹരിക്കാനായിട്ട് കല്ലറ പൊളിക്കേണ്ടി വന്നാൽ അത് പൊളിക്കുക എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനമായിരിക്കാം. ഇപ്പൊ എൻ്റെ അച്ഛൻ സമാധി ആയതിന്റെ സ്ഥിതിക്ക് കല്ലറ പൊളിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്കാനർ ടൂളുകൾ ഒരുപാടുണ്ട്. ആ സ്കാനർ ടൂൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ആളില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇപ്പോൾ അവർ സ്കാനർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ഈ സ്കാനറുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാം. പക്ഷേ ഇതിനകത്ത് 2 സംശയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സമാധി എന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തെ ജീവനോടുകൂടി അവിടെ ഈ കല്ലറയിൽ കൊണ്ട് വെച്ചോ എന്നുള്ള സംശയം ഒന്നുണ്ട്, അല്ലെങ്കിൽ മരണശേഷമാണോ കൊണ്ടുവച്ചത്. അങ്ങനെ 2 സംശയങ്ങളാണ് പൊതുസമൂഹത്തിന് മുമ്പിലുള്ളത്. അപ്പോൾ ഈ സംശയം ദൂരീകരിക്കാനായിട്ട് എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു സംശയം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് ദൂരീകരിക്കാൻ എല്ലാ ശാസ്ത്രീയ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ജീവനോടെ കൊണ്ടുവച്ചു എന്ന് സമാധി എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു എന്താ പറയുക, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. സമാധി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാബിനകത്ത് കൊണ്ടിട്ട് മൂടിയെന്നാണ്. പക്ഷെ അത് സ്ലാബൊന്നുമല്ല. അതെന്ന് പറഞ്ഞിട്ട് എനിക്കിതെങ്ങനെ പറയണമെന്നറിയില്ല, കല്ലുകൊണ്ടുള്ള ഒരു ഇതാണ് അത് സ്ലാബ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് അനിയനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാം. പിന്നെ അതിൽ ശരിക്കും സ്ലാബൊന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇരുന്ന് എത്രയോ വർഷങ്ങൾക്ക് 25 വർഷം മുതൽ ധ്യാനം ചെയ്യുന്ന ഋഷി പീഠത്തിൽ തന്നെയാണ് അച്ഛൻ ഇരുന്ന് സമാധി ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾ അനക്കിയിട്ടില്ല അച്ഛനെ. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെയാണ് ഋഷി സൈഡൊക്കെ കെട്ടിയിട്ട് സുഗന്ധദ്രവ്യങ്ങളും ഭസ്മം, കർപ്പൂരം ഇങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് ഇരുത്തി, അതായത് ചമ്മണം കൂട്ടി ഇരുത്തി തന്നെയാണ് നമ്മൾ സമാധി. അങ്ങനെയാണ് അച്ഛൻ ഇരുന്നതും അതുപോലെയാണ് ഞങ്ങൾ സമാധി നടത്തിയിട്ടുള്ളതും. പിന്നെ എന്താ പറയുക, ഇത് കയ്യിലൊരു കെട്ടുമില്ല, ഈ താടിയിൽ അവിടെ ഒരു കെട്ടുമില്ല. ഒരു സംശയം, അതായത് ഒരു സാധാരണക്കാരുണ്ടാകുന്ന സംശയമാണ് അത് തീർക്കാൻ വേണ്ടിയാണ്. ഇതുകൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ സമാധി സാധാരണ ഒരു വീട്ടിലാണ് സമാധിയായി എന്നൊരു പോസ്റ്റർ ഇപ്പൊ നമ്മളിപ്പോൾ ഒട്ടിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സമാധി ചെയ്തു ആരോട് അറിയിക്കാതെ ഇങ്ങനെ ചെയ്തു. അത് വളരെ തെറ്റെന്ന് തന്നെ ഞാൻ പറയാം. ഇതെന്ന് പറഞ്ഞാൽ ക്ഷേത്ര പൂജാരിയാണ്, സന്യാസ ജീവിതത്തിലേക്ക് പോവുകയാണ്. എൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരുത്തമലയുടെ ആശ്രമം വരെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഈ ആശ്രമം അയ്യാ വൈകുണ്ഠന് അവിടെ അവർക്ക് ആശ്രമത്തിലേക്ക് വിട്ടുകൊടുത്തു. എന്നിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രം പണിയതത്. സന്യാസ ജീവിതം ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്താനാണ് ഇവിടെയുള്ള ഞങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത ഒരു ഗുണ്ടായുസം പോലെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ സമാധിയാകാൻ, ഇപ്പോൾ നേരത്തെ തന്നെ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛന് ഇന്ന് സമാധിയാകാൻ പോവുകയാണ്, അപ്പോൾ എന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടിരുത്തണം എന്ന് മകനോട് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് മകൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് രാജസേനൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾ എങ്ങനെയാണ് സമാധി പീഠത്തിലേക്ക് പോയി ഇരിക്കുക? അപ്പോൾ ജീവനോട് കൂടിയല്ലേ അവിടെ പോയിരിക്കുക? അവിടെ പോയിരുന്നതിന് ശേഷം സമാധിയാകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ അമ്മയെടുത്ത് 3 ദിവസത്തിന് മുന്നേ ഞങ്ങൾ ഞാൻ ഈ സമാധിയാവും, ഞാൻ പോവും പെണ്ണേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, പോ ചേട്ടാ, നിങ്ങൾ ചുമ്മാ അറിയാതെ. അമ്മ ഒരു തമാശയ്ക്ക് എടുത്തതേ ഉള്ളൂ. പക്ഷേ ഇത് 3-ാമത്തെ ദിവസം അനിയൻ എടുത്ത് പറഞ്ഞു, മക്കളെ ഞാൻ ധ്യാനത്തിന് പോവുകയാണ്, ഞാൻ ഇന്ന് സമാധിയാവും എന്ന് ഏകദേശം അനിയൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 10:30 മണിയോളം ആവും. അച്ഛൻ കോവിലുള്ള പൂജയും ദീപാരാധനകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അവിടെ വന്നിരുന്നായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നിരുന്ന് സമാധിയാവുമെന്ന് പറയുന്നത് കാരണം അനിയ അവിടെ നിന്ന് ഏകദേശം അച്ഛൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ സമാധിയാകുന്നതല്ല, അനിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ധ്യാനത്തിൻ്റെ രൂപത്തിൽ, അതായത് എനിക്ക് കറക്റ്റ് ചമ്മണം കൂട്ടി ഇരുന്നാണ് അച്ഛൻ ധ്യാനം ചെയ്യുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് ഇരുന്ന് അച്ഛൻ സമാധി ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരാൾ ജീവനോട് കൂടി, ഇപ്പം എന്നോട് സംസാരിക്കുന്ന സനന്ദൻ പോലും പറയുകയാണ്, ഞാൻ സമാധിയാകാൻ പോവുകയാണ്. ഇങ്ങനെ എന്നോട് പറഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് പോയിരുന്നാൽ നിങ്ങൾ അവിടെ സമാധിയാകുന്നു എന്ന് ഒരാൾക്ക് എങ്ങനെയാണ് സ്വയം ജീവൻ ഞാൻ മരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് തിരിച്ചറിയുക? ഞാനിപ്പോൾ ലാസ്റ്റ് മനസ്സിലാക്കിയത് ഇത്ര മാത്രമാണ്. ഞാൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ അടുത്ത് അനി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ശരി, ഞാൻ ഉടനെ തന്നെ സൂപ്പർവൈസർ എടുത്ത് മാനേജർ എടുത്തൊക്കെ ഞാൻ ഇതുപോലെയാണ് അച്ഛൻ എന്നെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഞാൻ അവിടെ അടുത്ത് ചോദിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തു. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പോൾ ഓടി വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താടാ എന്ന് പറഞ്ഞു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഞാൻ ചോദിച്ചു, എന്താ രാജസനാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. ഞാൻ അച്ഛാന്ന് വിളിച്ച് അച്ഛ അപ്പോൾ കൈ ഇങ്ങനെയാണ് കൈ വെച്ചിരുന്നത്, ചമ്മണം കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അച്ഛാന്ന് വിളിച്ചിങ്ങനെ കയ്യിലിങ്ങനെ വലിച്ചിങ്ങനെ അനക്കാൻ സമയത്ത് ഹൈ നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്വാസം ഇല്ല, വയറും പതപ്പും ഇല്ല, ഇങ്ങനെ തന്നെയാണ്. അച്ഛാന്ന് വിളിച്ചിട്ട് എത്രയായിട്ടും കണ്ണുറക്കുന്നില്ല. ഇത് ഒരനക്കവും ഇല്ലാത്ത ഒരവസ്ഥ തന്നെ. രാജസേനോട് അച്ഛൻ പറഞ്ഞിരുന്നു സമാധിയാകാൻ പോകുന്നെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വാർഡ് മെമ്പർ എടുത്ത്, അതായത് ഇതിന്റെ നമ്മുടെ ഈ ദേ കാണുന്ന, ഞാൻ കൈ ചൂണ്ടി കാണുന്ന ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് വസ്തു നമ്മൾ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് മെമ്പർ വന്ന് ചോദിച്ചു അച്ഛനോട്. നിൽക്കുന്നില്ല, ഗോപസ്വാമി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ മെമ്പർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ എത്രയോ വർഷം കൊണ്ട് അവിടെ ഞാൻ ധ്യാനത്തിനിരിക്കുന്നതാണ്, ഞാൻ ഇവിടെ ഇരുന്നാണ് എനിക്ക് സമാധി ആവാനുള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വസ്തു വീതിക്ക് ഞങ്ങൾ വിട്ടു തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമാധി ആവാനുള്ള സ്ഥലമാണെന്ന് മെമ്പർ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെമ്പർ അടുത്ത് മാത്രമല്ല, ഇവിടെയുള്ള ജനങ്ങളുടെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രസ്റ്റിന്റെ ആൾക്കാരുടെ. അവസാനമായ ഒരു ചോദ്യം, ഇപ്പോൾ സനന്ദൻ സംസാരിക്കുന്നതും രാജസേനൻ കഴിഞ്ഞ് സംസാരിച്ച കാര്യങ്ങൾ തമ്മിൽ എവിടെയൊക്കെയോ ചില മിസ്ലീഡിങ്ങുകളുണ്ട്, ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതാണ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും ഒരു സംശയമായിട്ട് ഉയർന്നു നിൽക്കുന്നത്. സാർ അങ്ങനെ ഒരിക്കലും വരൂല. ഇത് നാട്ടുകാർ ഇതിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യമല്ല പറയുന്നത്. സനന്ദൻ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നതും രാജസേനൻ പറഞ്ഞ കാര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കുറിച്ചാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇല്ല സാർ, ഒരു മിനിറ്റ്, എനിക്കും കൂടെ പറയാനുള്ള എൻ്റെ ഈ മനോവിഷം ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ഈ വസ്തു ഒരു വീട്ടിന് 2 വീട്ടിന് കൊടുക്കാനുള്ള വസ്തുവാണ്. ഈ വഴി വീതി കൂട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മെമ്പറെ വിളിച്ചുകൊണ്ട് വന്ന അവർ. അപ്പം നമുക്കിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ആരെന്നറിയാമോ? നമ്മുടെ കോവിൻ്റെ തൊട്ട് പുറകിലുള്ളവർക്ക്. അവർക്ക് ഈ വഴി വീതി ഇട്ട് കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യമാണ് ഞങ്ങളെടുത്ത് തീർക്കുന്നത്. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ചോദിച്ചത് അങ്ങനെ പ്രശ്നങ്ങൾ പല നാട്ടുകളിലുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിനകത്ത് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം സനന്ദൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു, രാജസേനൻ മാത്രമാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അത് തീർക്കാൻ പോലീസ് ഇവിടെ വന്ന് ഈ കല്ലറ പൊളിക്കേണ്ടി വന്നാൽ അതിന് അനുവദിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതിപ്പോൾ അച്ഛൻ്റെ ഭാര്യയെടുത്ത് ഇപ്പോ അമ്മയുടെ അടുത്ത് ഇതുപോലെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ സമാധിയാവുമെന്ന് അമ്മ ഇത് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് അത് പരിഹരിക്കാൻ ഇത് അങ്ങനെ പറയില്ല. ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്തുക എന്നത് ഞങ്ങൾ ഒരിക്കലും അത് നടപ്പിലാക്കാനും പോകുന്നില്ല. അത് ഒരിക്കലും സാധ്യമല്ല.